ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ക്ലാസിഫിക്കേഷനെ കുറിച്ചുമാണ്. ക്ലാസിഫിക്കേഷൻ പറയണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാലേ ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, 20 അമിനോ ആസിഡ്സ് ആണ് സാധാരണ ഉള്ളത്. 20 അമിനോ ആസിഡ്സും ആണ് നമ്മുടെ ശരീരത്തിലെ ഡിഫറെൻറ്റ് പ്രോട്ടീൻസിന് രൂപം നൽകുന്നത്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 20 അമിനോ ആസിഡ്സ് കൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിഗാർഡിങ് അവർ മെറ്റബോളിസം. അപ്പോൾ ഈ അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ നോക്കാം. ആൻഡ് ദേ ആർ ഓൾ ആൽഫ അമിനോ ആസിഡ്സ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽഫ അമിനോ ആസിഡ്സ് ആണ്, അതായത് അമിനോ ഗ്രൂപ്പും COH ഗ്രൂപ്പും ഓൺ ദ സെയിം കാർബൺ ആറ്റം. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് അമിനോ ആസിഡ്സ്, ആൽഫ അമിനോ ആസിഡ്സ്. സോ സ്ട്രക്ചർ നോക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് ഗ്ലൈസിൻ. ഗ്ലൈസിനിൽ ഒരു H ആണുള്ളത്, അതായത് 2 H ഉണ്ട്, CH2 വരും. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് അല്ല ഗ്ലൈസിൻ, ബിക്കോസ് 2 H ഉള്ളതുകൊണ്ട്. അതിൻ്റെ 3 ലെറ്റർ സിമ്പൽ ഗ്ലൈ, GLY, ആൻഡ് ദ 1 ലെറ്റർ സിമ്പൽ ഇസ് G. എന്തുകൊണ്ടാണ് ഈ 3 ലെറ്റർ സിമ്പലും 1 ലെറ്റർ സിമ്പലും ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോട്ടീൻ എഴുതുമ്പോൾ ചിലപ്പോൾ സീക്വൻസ് എഴുതണമല്ലോ. സീക്വൻസ് എഴുതുന്ന സമയത്ത് ആ സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പ്രോട്ടീനെ സംബന്ധിച്ചിടത്തോളം. അത് മാറിക്കഴിഞ്ഞാൽ പ്രോട്ടീനെ മാറി. അപ്പോൾ പലപ്പോഴും നമുക്ക് സീക്വൻസിങ് നടത്തുന്ന സമയത്ത് സീക്വൻസ് എഴുതണമെങ്കിൽ കുറച്ചെണ്ണ വെച്ചാൽ 3 ലെറ്റർ സിമ്പൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 ലെറ്റർ സിമ്പലാണ് ഉപയോഗിക്കുക. കാരണം 10,000 പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അതിൻ്റെ ഫുൾ പേര് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ലെറ്റർ സിമ്പൽ ഹെൽപ്സ് ടു ഡു ദാറ്റ്. സോ സെക്കൻഡ് വൺ നോക്കാം. അടുത്ത ഹോമോലോഗ് CH3 ആണ്, അലനിൻ. അലാനിനും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3 ലെറ്റർ നെയിം AL എന്നും സിമ്പിൾ A എന്നുമാണ്, 1 ലെറ്റർ സിമ്പിൾ A എന്നുമാണ്. ദെൻ വലൈൻ, CH3 ട്വൈസ്. ബേസിക് സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വരയ്ക്കാം. NH2 CH R COH എന്നാണ് സ്ട്രക്ചർ. അപ്പോൾ ഈ ആറാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഗ്ലൈസിനാണെങ്കിൽ ഇവിടെ CHും ഇവിടെ ഓൾറെഡി ഒരു H ഉണ്ട്, ഇവിടെ ഒരു Hും കൂടി വരും, CH2 COH ആയി. അപ്പോൾ ദിസ് ഇസ് ഗ്ലൈസിൻ. ഒരു CH3 വന്നാൽ ഇവിടെ ആറിന് പകരം CH3 വന്നാൽ അത് അലനിനായി. CH3 ട്വൈസ് ആണ് വരുന്നതെങ്കിൽ വലൈനായി. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഇവിടെ ഒരു CHും പ്ലസ് CH3 ട്വൈസ് എന്നാണല്ലോ സ്ട്രക്ചർ. ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് വരുമ്പോഴും അറിഞ്ഞ് ഞാൻ വരയ്ക്കില്ല, ബാക്കിയുള്ളത് നിങ്ങൾ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. ദെൻ വലൈൻ, CH3 ട്വൈസ്, VAL, V. ഓരോന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എളുപ്പമാണ് ഇത് നോക്കി പഠിക്കാൻ. ഞാൻ സ്ട്രക്ചർ മാത്രം പറയാം. ദെൻ ലൂസിൻ, CH3 ട്വൈസ് CH2 CH3 ട്വൈസ് CH2 വിച്ച് ഈസ് ലൂസിൻ. LEU, I എന്നാണ് സിമ്പല്. ദെൻ CH2 CH3 ഐസോലൂസിൻ. ലൂസിൻ്റെ സ്ട്രക്ചറിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒക്കെ സെയിം ആണ്. പക്ഷേ ഇവിടെ ഗ്രൂപ്പ് ചെറുതായിട്ടൊന്ന് പൊസിഷൻ മാറി, പൊസിഷനിൽ ഐസോലൂസിൻ, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ I. ദെൻ അടുത്തത് HNC ഡബിൾ ബോണ്ട് CH3 NHCH2 ത്രൈസ്. ആർജിനിൻ, നൈട്രജൻ ഉള്ള അമിനോ ആസിഡ് ആണ്. ആർജിനിൻ, ARG, R എന്നാണ് സിമ്പൽ. ദെൻ അടുത്തത് ഒരു ഡൈ അമിനോ ആസിഡ് ആണ്, അതായത് 2 അമിനോ ഗ്രൂപ്പ് ഉള്ള ഒരു അമിനോ ആസിഡ് ആണ്. H2N CH2 4 times, ലൈസിൻ. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരസ്യത്തിലൊക്കെ ലൈസിൻ ഉണ്ട്, ഡിറ്റർജൻറ്റിൽ ലൈസിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കേൾക്കാറുണ്ടാവും. ലൈസിൻ സാധാരണ കേട്ട് പരിചയമുള്ള ഒരു അമിനോ ആസിഡ് ആണ്. LYSD എന്നാണ് സിമ്പിൾ. ദെൻ ഞാൻ ഓരോന്നിൻ്റെയും പറയുന്നില്ല, സിമ്പിൾ നോക്കിയാൽ മതി. അടുത്തതൊരു കാർബോക്സി അമിനോ ആസിഡ് ആണ്. ഡൈ അമിനോ ആസിഡ് അല്ല, കാർബോക്സി അമിനോ ആസിഡ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ഒരു എക്സ്ട്രാ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. COH CH2, അതായത് ഇവിടെ CH2 COH വരും. CH2 COH എന്ന് ഇവിടെ വരും സ്ട്രക്ചറിൽ. ഇറ്റ്സ് കോൾഡ് അസ്പാർട്ടിക് ആസിഡ്. അസ്പാർട്ടിക് ആസിഡ് എന്നാണ് അതിൻ്റെ പേര്, ASP സിമ്പൽ. ദെൻ അടുത്തത് അതിൻ്റെ തന്നെ തൊട്ടടുത്ത ഹോമോലോഗാണ്, ഒരു CH2 കൂടി അസ്പാർട്ടിക് ആസിഡിൻ്റെ സ്ട്രക്ചർ കൂടെ, വിച്ച് ഇസ് കോൾഡ് ഗ്ലൂട്ടാമിക് ആസിഡ് എന്നാണ് പേര്. ദെൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും ഒക്കെ സാധാരണ കേൾക്കുന്ന അമിനോ ആസിഡ്സ് ആണ്. ദെൻ അടുത്തത് H2N COCH2, അതായത് അമൈഡ് ഗ്രൂപ്പാണ്. അമൈഡ് ഗ്രൂപ്പുള്ള ഒരു അമിനോ ആസിഡ് ആണ് അസ്പെരാജിൻ. ASN എന്നുള്ള സിമ്പൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. N എന്നാണ് 1 ലെറ്റർ സിമ്പൽ. ദെൻ അതിൻ്റെ അടുത്ത ഹോമോലോഗാണ് H2N COCH2 ഗ്ലൂട്ടാമിൻ. അപ്പോൾ അത് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. സ്ട്രക്ചർ പഠിക്കുമ്പോൾ അസ്പാർട്ടിക് ആസിഡിൻ്റെ തൊട്ടടുത്ത നമ്പറാണ്
മെമ്പറാണ്. ഒരു COH ഒരു CH2, തൊട്ടടുത്ത് ഒരു CH2 കൂടി കഴിഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആയി. കറസ്പോണ്ടിങ് ആയിട്ട് CO ഗ്രൂപ്പും NH2 വരികയാണെങ്കിൽ ഗ്ലൂട്ടാമിനും അസ്പരാജിനും ഗ്ലൂട്ടാമിനും. അങ്ങനെ പഠിച്ചാൽ എളുപ്പമുണ്ട് ഓർത്ത് വയ്ക്കാൻ. ദെൻ അടുത്തത് ഒരു OH ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡ് ആണ് CH3CHOH, വിച്ച് ഈസ് കോൾഡ് ത്രിയോനൈൻ. ത്രിയോനൈൻ എന്നാണ് പേര്, THR. ദെൻ അടുത്തതും ഒരു OH ഗ്രൂപ്പുള്ള അമിനോ ആസിഡ് ആണ്. CH2OH ആണ് ഗ്രൂപ്പ്. സിസ്റ്റീൻ. സിസ്റ്റീനും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിസ്റ്റീനും എപ്പോഴും കേൾക്കുന്ന ഒരു അമിനോ ആസിഡ് ആണ്, CYS. ദെൻ അടുത്തത് ഒരു തയോൾ ഗ്രൂപ്പ് ഉണ്ട്, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ്. ഒരു തയോൾ ഗ്രൂപ്പ് ഉണ്ട് വിച്ച് ഈസ് കോൾഡ് മെത്തിയോനൈൻ. മെത്തിയോനൈൻ, METM എന്നാണ് സിമ്പിൾ. അടുത്തതും സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് തന്നെയാണ്, CH3S CH2CH3. ദിസ് ഇസ് സിസ്റ്റീൻ. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു ഇതുണ്ട്, കറക്ഷൻ ഉണ്ട്. OH CH2 എന്ന് പറയുന്നത് സെറിൻ ആണ്. ഞാൻ എഴുതി വന്നപ്പോഴത്തേക്ക് ഓർഡറിനല്ലാതെ പോയതിൻ്റെ പ്രശ്നമാണ്. ദെൻ SHCH2 വരുന്നത് സിസ്റ്റീൻ. സെറിൻ, സിസ്റ്റീൻ. ഈ സിസ്റ്റീൻ വളരെ പ്രധാനം കേട്ടോ. നമ്മുടെ തലമുടിയിലൊക്കെ ഉള്ള അമിനോ ആസിഡാണ് സിസ്റ്റീൻ എന്ന് പറയുന്നത്. മുടിയുടെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് സൾഫർ സൾഫർ ലിങ്കേജസ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് മുടിയുടെ ടെക്സ്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ മുടി സ്ട്രൈറ്റൻ ചെയ്യാറില്ലേ? മുടി സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ യൂസ് ചെയ്തിട്ട് ഈ ഡൈസൾഫിഡിക് ലിങ്കേജസിനെ ബ്രേക്ക് ചെയ്യും. രണ്ട് ചെയിനിലായിട്ട് രണ്ട് സ്ഥലത്ത് ഈ സിസ്റ്റീൻ വരുന്ന സമയത്ത് ആ സിസ്റ്റീൻ റെസിഡ്യൂസ് തമ്മിൽ ഒരു സൾഫൈഡിക് ബോണ്ട് ഫോം ചെയ്യും. ഈ സൾഫൈഡിക് ലിങ്കേജസിനെ ബ്രേക്ക് ചെയ്യാണ് മുടി എന്ത് ചെയ്യുമ്പോൾ ചെയ്യുന്നത്, സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ മുടിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വരുമ്പോൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ തിരിച്ച് വീണ്ടും ആ ലിങ്ക് ഫോം ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു കെമിക്കൽ ബോണ്ട് ആയതുകൊണ്ട്. അതാണ് മുടിയുടെ ടെക്സ്ചർ പിന്നെ മാറിപ്പോകുന്നത്. സോ അത് ഓർത്താൽ മതി, സിസ്റ്റീൻ്റെ കാര്യം ഓർക്കാൻ. ദെൻ അടുത്തത് മെത്തിയോനൈൻ, ഞാൻ പറഞ്ഞ പോലെ S3CS CH2CH2. ദെൻ അടുത്തതൊരു ഫിനൈൽ ഗ്രൂപ്പ് ഉള്ള ഒരു അമിനോ ആസിഡ് ആണ്, ഫിനൈൽ അലനിൻ. അതായത് അലനിൻ കണ്ടില്ലേ, നേരത്തെ നമ്മൾ കണ്ടിരുന്നു, CH3 ആണ് അലനിൻ. ഈ CH3 കൂടെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് വന്നു, C6H5CH2I. ദിസ് ഈസ് കോൾഡ് ഫിനൈൽ അലനിൻ. ഫിനൈൽ അലനിൻ്റെ സിമ്പൽ PHE എന്നാണ്. ഇത് നേരെ അല്ല എഴുതിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട്. ദെൻ ഞാൻ ഇതിൻ്റെ സ്ലൈഡ് തരാം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി സ്ട്രക്ചർ ക്ലിയർ ഉണ്ടാവും. ദെൻ അടുത്തത് ഒരു ഫീനോൾ ഗ്രൂപ്പ് കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആണ്, OHC6H4. അതായത് ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഒരു പൊസിഷനിൽ ഒരു OH അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പാരാ പൊസിഷനിൽ ഒരു OH വന്നു കഴിഞ്ഞാൽ വിച്ച് ഈസ് കോൾഡ് ടൈറോസിൻ. ടൈറോസിൻ എന്നാണ് അതിൻ്റെ പേര്, TYR. ദെൻ അടുത്ത മൂന്നും ഹെട്രോസൈക്ലിക് റിങ്സ് ആണ്. ദിസ് ഈസ് ട്രിപ്റ്റോഫാൻ. ഇതിൽ ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് റിംഗ് ആണ് ട്രിപ്റ്റോഫാൻ. ദെൻ ഇതും അതേപോലെ തന്നെ നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് ഒറ്റ റിംഗ് ആണ്. ദിസ് ഈസ് കോൾഡ് ഹിസ്റ്റീഡിൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രോലിൻ. ഇതിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പുറത്തേക്ക് ലിങ്ക് ചെയ്യാൻ വേറെ ഗ്രൂപ്പ് ഇല്ല. ദാറ്റ് മീൻസ് ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയിന് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ പ്രോലിൻ ഈസ് നോൺ ആസ് എ ഹെലിക്സ് ബ്രേക്കർ. പ്രോലിൻ അമിനോ ആസിഡ് റെസിഡ്യൂ ഉണ്ടെങ്കിൽ അവിടെ ആ ചെയിൻ എൻഡ് ചെയ്യും, ഫർദർ ആ ചെയിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ പ്രോലിൻ ഈസ് കോൾഡ് എ ഹെലിക്സ് ബ്രേക്കർ അമിനോ ആസിഡ്. ദെൻ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. 3 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ: സ്ട്രക്ചറൽ, ഇലക്ട്രോകെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ തന്നെ ഫർദർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി ഈസ് അസൈക്ലിക് അമിനോ ആസിഡ്. അസൈക്ലിക് മീൻസ് സൈക്ലിക് അല്ല. സൈക്ലിക് അല്ലാത്ത അമിനോ ആസിഡ്സിനെ എല്ലാം ഈ കാറ്റഗറിയിലാണ് പെടുത്തുക. ഇതിനെ തന്നെ ഫർദർ ക്ലാസിഫൈ ചെയ്യാം. അലിഫാറ്റിക് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് അമിനോ ആസിഡ്. എക്സാമ്പിൾസ് ഏതൊക്കെ? ഇപ്പോൾ സ്ട്രക്ചർ കണ്ടതെന്ന് പറയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അലിഫാറ്റിക് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? വേറെ സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നുമില്ല, ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? CH3 വരുന്ന അലനിൻ, ദെൻ CH3CH2 ടോയ്സ് വരുന്ന വലൈൻ, ദെൻ ലൂസിൻ. ലൂസിനിലും തന്നെ വേറെ ഗ്രൂപ്പ് ഒന്നുമില്ല. ദെൻ ഐസോലൂസിൻ. ഇത്രയും ഈ 4 എണ്ണമാണ് ഇതിൽ അലനിൻ, വലൈൻ, ലൂസിൻ ആൻഡ് ഐസോലൂസിൻ കം അണ്ടർ ദ കാറ്റഗറി അലിഫാറ്റിക് അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് അമിനോ ആസിഡ്. ദെൻ തയോ അമിനോ ആസിഡ്സ്. ഏതൊക്കെയാണ് തയോ ഗ്രൂപ്പ് വരുന്നത്? 2 എണ്ണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഒന്ന് സിസ്റ്റീൻ, നേരത്തെ പറഞ്ഞ മുടിയിലൊക്കെ ഉള്ള സിസ്റ്റീൻ. ദെൻ അനദർ വൺ ഈസ് മെത്തിയോനൈൻ. മെത്തിയോനൈനും സിസ്റ്റീനുമാണ് തയോ അമിനോ ആസിഡ്സ്. ദെൻ അടുത്തത് ഹൈഡ്രോക്സി അമിനോ ആസിഡ്സ് ആണ്. ഹൈഡ്രോക്സി ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്നത്, OH ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡ്സ് 2 എണ്ണമാണ്. ഒന്ന് ത്രിയോനൈൻ ആൻഡ് ദ അതർ വൺ ഈസ് സെറിൻ. ത്രിയോനൈനും സെറിനും. ഇതിനെ കൂട്ടരുത് കേട്ടോ. ഈ ഫിനോൾ ഗ്രൂപ്പിനെ നിങ്ങൾ OH കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആയിട്ട് കൂട്ടണ്ട, വിച്ച് ഈസ് അസിഡിക് അമിനോ ആസിഡ്. കാരണം ഫിനോൾ ഗ്രൂപ്പ് അസിഡിക് ആണെന്ന് അറിയാലോ, അതുകൊണ്ട് അത് അസിഡിക് അമിനോ ആസിഡിന്റെ കാറ്റഗറിയിലാണ് വരിക.
Then another one is carboxy amino acid. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഫ്രീ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, 2 കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ CH2COH നമ്മൾ എഴുതി. ദിസ് ഈസ് കാർബോക്സി അമിനോ ആസിഡ്. 2 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയുന്ന സമയത്ത് ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡൈ അമിനോ ആസിഡ്. ഡൈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് 2 അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? H2 and CH2 4 times. This is ലൈസിൻ. അതേപോലെ തന്നെ ആർജിനിൻ. ഇത് രണ്ടിലും ഇതിൽ NH2 ഇതിൽ NH ഗ്രൂപ്പ് ഉണ്ട്. ഇത് രണ്ടും ഡൈ അമിനോ ആസിഡ്സ് ആണ്, ആർജിനിൻ ആൻഡ് ലൈസിൻ. ദെൻ സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷൻ സൈക്ലിക് അമിനോ ആസിഡ്സ്, അതായത് സൈക്ലിക് സ്ട്രക്ചറൽ അമിനോ ആസിഡ്സ് ആണ്. അതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആൻഡ് ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്സ്. അരോമാറ്റിക് അമിനോ ആസിഡ്സ് സ്വാഭാവികമായിട്ടും എളുപ്പമാണ്. ഏതൊക്കെയാണ്? ഫീനൈൽ അലനിനും ദെൻ അടുത്ത മെമ്പർ ടൈറോസിനും. ഫീനൈൽ അലനിനും ടൈറോസിനും അരോമാറ്റിക് റിംഗ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ്. ദെൻ അതിൽ തന്നെ ഹെട്രോസൈക്ലിക് അമിനോ ആസിഡ്സ് ഉണ്ട്, വളരെ എളുപ്പമാണ്. ലാസ്റ്റിലത്തെ 3 എണ്ണം ഏതൊക്കെ? ട്രിപ്റ്റോഫാൻ, ഹിസ്റ്റിഡിൻ ആൻഡ് പ്രോലിൻ ആർ heterocyclic amino acid. Then another classification is electrochemical classification based on the charge of the amino acid, nature of the amino acid, acidic amino acid, basic amino acid and neutral amino acid. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നോർമലി അമിനോ ആസിഡ് ന്യൂട്രൽ ആണ്, കാരണം ഒരു NH2 ഗ്രൂപ്പും ഒരു COH ഗ്രൂപ്പും ഉള്ളത് കൊണ്ട് ഇറ്റ്സ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. യൂഷ്വലി 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു അമിനോ ബേസിക് ഗ്രൂപ്പും ഉണ്ട്, ഒരു ആസിഡ് ഗ്രൂപ്പും ഉണ്ട്. ഇനി എപ്പോഴായിരിക്കും അസിഡിക് അമിനോ ആസിഡ് ആവുക? ഒരു എക്സ്ട്രാ COH ഗ്രൂപ്പ് വന്നാൽ അത് അസിഡിക് അമിനോ ആസിഡ് ആവും. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ദിസ് ഈസ് അസ്പെറാജിൻ, ദിസ് ഈസ് അസ്പാർട്ടിക് ആസിഡ്. അസ്പാർട്ടിക് ആസിഡിന്റെ കേസിൽ ഇവിടെ ഒരു ഫ്രീ COH കൂടി ഉണ്ട്, സോ ഇറ്റ് വിൽ ഷോ അസിഡിക് ക്യാരക്ടർ. അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആർ അസിഡിക് അമിനോ ആസിഡ്. ദെൻ ബേസിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നതിൽ ഈ ഡൈ അമിനോ ആസിഡ്സ് തന്നെയാണ് ബേസിക് അമിനോ ആസിഡ്സ്. എക്സ്ട്രാ NH2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്ന ആർജിനിൻ ആൻഡ് ലൈസിൻ. ആർജിനിനും ലൈസിനും ഡൈ അമിനോ ആസിഡ്സ് ആണ്. ദെൻ അനദർ കാറ്റഗറി ന്യൂട്രൽ അമിനോ ആസിഡ്. ന്യൂട്രൽ അമിനോ ആസിഡ്സ് സ്വാഭാവികമായിട്ട് ബാക്കി എല്ലാ അമിനോ ആസിഡ്സും ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആണ്. ഈ അസിഡിക്കും ബേസിക്കും ഒഴിച്ച് ബാക്കിയെല്ലാം അലനിനും ഗ്ലൈസിനും ഫിനൈൽ അലനിനും എല്ലാം ബേസിക് അമിനോ ആസിഡ്സ്. ആസിഡിക്കിൽ ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഫിനോൾ ഗ്രൂപ്പ് വരുന്നതും കൂടി മൈൽഡ്ലി അസിഡിക് ആയിരിക്കും. ടൈറോസിൻ വിൽ ബി മൈൽഡ്ലി അസിഡിക്. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ അമിനോ ആസിഡിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അത് കേട്ടിട്ട് നോൺ എസെൻഷ്യൽ എന്ന് കേട്ടിട്ട് നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ അവർ ബോഡി. ഒന്നുകിൽ ടോട്ടലി സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഓൺലി ഇൻ സ്മോൾ എമൗണ്ട്സ്. വളരെ കുറച്ച് എമൗണ്ട് മാത്രം, ശരീരത്തിന് വേണ്ടത്ര സിന്തസൈസ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ തീരെ സിന്തസൈസ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന അമിനോ ആസിഡ്സിനെ നമുക്ക് ഫുഡ് വഴി തന്നെ കിട്ടേണ്ടി വരും. ദാറ്റ് അമിനോ ആസിഡ്സ് ആർ കോൾഡ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്? പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കണമെങ്കിൽ ആ പ്രോട്ടീൻസിന്റെ ഹൈഡ്രോളിസിസ് വഴി അമിനോ ആസിഡ്സ് റിലീസ് ചെയ്യണം. ആ അമിനോ ആസിഡ്സിനെ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണം. അതുകൊണ്ടാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം എന്ന് സാധാരണ പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് അനിമൽ പ്രോട്ടീൻസ് ആർ superior to plant proteins. Plant പ്രോട്ടീൻസിനെക്കാട്ടും അനിമൽ പ്രോട്ടീൻസ് ആണ് superior എന്ന് സ്റ്റഡീസ് ഉണ്ട്. സോ അതുകൊണ്ട് മീറ്റ് കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഏതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്? എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല, ഫുഡ് കൂടെ കിട്ടണം. 10 അമിനോ ആസിഡ്സ് എസെൻഷ്യൽ ആണ്. വെലൈൻ, ലൂസിൻ, ഐസോലൂസിൻ, ആർജിനിൻ, ത്രിയോനൈൻ, ലൈസിൻ, മെത്തിയോനൈൻ, ഫിനൈലലനിൻ, ഹിസ്റ്റിഡിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇത്രയും എണ്ണം നമുക്ക് ഫുഡ് കൂടെ കിട്ടേണ്ടതുണ്ട്. ദെൻ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്നുള്ള അർത്ഥം. ശരീരത്തിന് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ്സ് ആണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഗ്ലൈസിൻ, അലനിൻ, സിസ്റ്റീൻ, സെറീൻ, അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രോലിൻ, ഗ്ലൂട്ടാമിൻ, glutamin, asparagine and tyrosine. There is a correction, GLU അല്ല GLN ആണ്. glutamin, asparagine and tyrosine. ഈ 10 എണ്ണം നമ്മുടെ ശരീരത്തിന് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. 3 ക്ലാസിഫിക്കേഷൻ ആണ്: സ്ട്രക്ചറൽ, ഇലക്ട്രോകെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ 2 കാറ്റഗറി ആക്കാം. ആദ്യം അസൈക്ലിക് ആൻഡ് സൈക്ലിക്. ദെൻ അതിനെ വീണ്ടും ഫർദർ സബ് ഡിവൈഡ് ചെയ്യാം ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. Then electrochemical classification പ്രകാരം acidic, basic and neutral amino acids ആണുള്ളത്.
ദെൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. സ്ട്രക്ചർ പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ക്ലാസിഫിക്കേഷൻ ശരിക്കും ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് സ്ട്രക്ചർ ആസ്പെക്ട് ചോദിക്കൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ സ്ട്രക്ചർ പഠിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും സുവോളജിക്കാർക്കൊക്കെ ഇത് ഭാവിയിൽ ഇനിയും ആവശ്യം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ പഠിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.